ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അടുക്കളക്കാരിയായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ രാജ്യത്തല്ലെങ്കിൽ കൂടി യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടറിനും പെട്രോളിനും ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെയാണ് വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ നമ്മൾക്ക് ഇന്ന് ബുക്ക് ചെയ്താൽ അവർ 45 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ബുക്കിംഗ് സ്വീകരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ. അതും ഉണ്ടെങ്കിൽ കിട്ടുമെന്നാണ് അവർ അറിയിച്ചത്. അപ്പോൾ നമ്മൾ തീർച്ചയായും പോകാവുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിറകടുപ്പും ഒന്ന് ഇൻഡക്ഷൻ്റെ അടുപ്പാണ്. വിറകടുപ്പാകുമ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെയും വിറകടുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് തീർച്ചയായും എന്താവും, ഇൻഡക്ഷൻ്റെ അടുപ്പാവും. ഒരുവിധം ഇപ്പോൾ ഈ ഗ്യാസ് ഉപയോഗിച്ച് സുഖം കണ്ടവരാരും ഇനി വിറകടുപ്പ് ഉപയോഗിക്കില്ല, ഞാനടക്കം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇൻഡക്ഷനെ നോക്കാം. ഇൻഡക്ഷനിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ടോപ്പിക്ക്. ഞാൻ ഇൻഡക്ഷനിൽ ഉപയോഗിക്കുന്നത്, ഞാനല്ല, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, ഇൻഡക്ഷനിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുക. അല്ലാത്ത പാത്രങ്ങൾക്ക് അടിയിൽ സ്റ്റീൽ കോട്ടിംഗ് വരണം. അതാണ് ഇൻഡക്ഷൻ്റെ അടുപ്പ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പാനുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്, ഗ്യാസും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ അവരോട് പറയും എനിക്ക് ഇൻഡക്ഷനിലും കൂടി വെക്കാവുന്ന തരത്തിൽ. ഞാൻ ഇൻഡക്ഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായിട്ടോ. അപ്പോൾ ഞാൻ അപ്പം മുതൽ ഞാൻ ഇൻഡക്ഷനിൽ വെക്കുന്ന സാധനങ്ങളാണ് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കാറുള്ളൂ, രണ്ടും കൂടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇതൊരു ഫ്രൈങ് പാനാണ്, ഇത് ദോശത്താവി. അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങുമ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ ഇൻഡക്ഷനിൽ വെക്കണത് എന്ന് പറഞ്ഞാലും അവർ ഇങ്ങനത്തെയാണ് തരിക. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, ഇത് കണ്ടോ, അടിയിലത്തെ കരിയല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു സർഫേസ് കണ്ടോ, ഇത് സ്റ്റീലിൻ്റെയാണ്. ഈ സ്റ്റീൽ ഭാഗം നല്ല പരന്നിരിക്കുന്നതുകൊണ്ട് ഈ സ്റ്റീല് കറക്റ്റ് ഇൻഡക്ഷനിൽ ഇരിക്കും. അപ്പൊ ഈ ഇൻഡക്ഷന്റെ ആ ഒരു തട്ടണത് ഈ സ്റ്റീലാണ്. അത് കാരണം കൊണ്ടാണ് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗമേ ഈ പാത്രം വെക്കാം എന്ന് പറയുന്നത്. ചില പാത്രങ്ങൾക്ക് ഈ സ്റ്റീൽ ഭാഗം ഉള്ളിലേക്കും ഈ സൈഡ് പോർഷൻ കുറച്ച് ഉന്തിയിട്ട് നിൽക്കുമ്പോൾ ഈ സ്റ്റീൽ ഭാഗം നമ്മുടെ ഇൻഡക്ഷനിൽ തട്ടില്ല. അങ്ങനെയുള്ളതാണ് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇത് തട്ടുന്നതുകൊണ്ട് ഇത് സപ്പോർട്ട് ചെയ്യും. ഇനി ഞാൻ വേറൊരു പാത്രം കാട്ടിത്തരാം, ദോശത്തവയാണിത്. ഈ ദോശത്തവ നോക്കൂ, ഇത് അവർ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റും പറഞ്ഞു തന്നതാണ്. ഈ സ്റ്റീൽ ഭാഗമാണ് അവരുടെ ഇൻഡക്ഷനിൽ വെക്കുക എന്ന് പറയുന്നതിന്റെ കാരണം. പക്ഷേ ഈ സ്റ്റീൽ ഭാഗം ഒരിക്കലും ഇൻഡക്ഷനിൽ തട്ടുന്നില്ല. കാരണം അത് ഈ ബാക്കിയുള്ള ഭാഗത്തിനെയും കാട്ടിയും ഉള്ളിലേക്ക് താന്നിട്ടാണ് ആ സ്റ്റീൽ പോർഷൻ ഇരിക്കുന്നത്. അത് കാരണം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ഇതെന്റെ വെള്ളപ്പച്ചട്ടിയാണ്, ഇത് ഞാൻ ഗ്യാസിലാണ് വെക്കല്. എങ്കിലും അവർ പറഞ്ഞു ഇത് ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള പാത്രങ്ങൾ നമുക്ക് ഇൻഡക്ഷനിൽ വെച്ചാൽ അത് സുഖമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സ്റ്റീലായാലും എന്തായാലും അധികം അടി പരന്ന പാത്രങ്ങൾ വെക്കുക. ഇതുപോലെ കണ്ടോ, ഇങ്ങനത്തെ പാത്രങ്ങൾ, അടി പരന്ന സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതലും ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്നത്. ഈ ഭാഗം കണ്ടോ, നല്ല കട്ടിയുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് അല്ല, സാധാ സ്റ്റീൽ പാത്രം തന്നെയാണ്. ഇത് ഞാൻ ഉപ്പേരിയൊക്കെ വറുത്തിടാൻ വേണ്ടി വാങ്ങിയത്. പക്ഷേ ഇത് നമുക്ക് വെള്ളം വറ്റിച്ചിട്ട് ഉണ്ടാക്കണ ഉപ്പേരികളൊന്നും ഇതിൽ വറുക്കാൻ പറ്റില്ല. ഇത് വേഗം ചൂടാവും, അടി പിടിക്കും, കരിയും. അടി കനൊക്കെ ഉണ്ട്, എങ്കിലും ഇത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. നല്ല പാത്രമാണ്, വേവിച്ച് വറുത്തിടാനൊക്കെ ആണെങ്കിൽ ഇത് നല്ല പാത്രമാണ്. ഇത് ഞാൻ നന്നായി ഉപയോഗിക്കുന്ന ഒരു പാത്രം തന്നെയാണ് ഇൻഡക്ഷൻ. ഇത് ഇതൊക്കെ കൂടി നമുക്കൊന്ന് ഇൻഡക്ഷൻ സ്റ്റൗവ് വെച്ച് കാണിച്ചാൽ, ഇതാണ് എൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗവ്. പിജിയൻ ആണ് എൻ്റെ സ്റ്റൗവ്. നമുക്കിതൊന്ന് ഓണാക്കാം. ഓണാക്കി ഓണാക്കുമ്പോൾ നമുക്ക് ആദ്യം വരിക ഒരു 1000 എന്ന നമ്പറാണ് കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഓൺ വന്നു. ഇനി നമ്മൾ ഓൺ ആക്കുമ്പോൾ 1000 വരും, എന്നിട്ട് 03 വരും. ഈ 03 എന്ന് പറയുന്നത് ഇറർ കാണിക്കുന്നതാണ്. അതായത് അതിലൊന്നും വെച്ചിട്ടില്ല, അപ്പൊ കാണിക്കുന്നതാണ് അത്. പിന്നെ സപ്പോർട്ട് ചെയ്യാത്ത പാത്രങ്ങൾ വെക്കുമ്പോഴും അങ്ങനെയാണ് കാണിക്കുക. അപ്പൊ ഞാൻ ഇത് വെക്കുകയാണ്. അപ്പൊ കണ്ടോ, ഇതിൽ ഇറർ അല്ല കാണിക്കുന്നത്, കറക്റ്റ് 1000 എന്ന് തന്നെ എഴുതി കാണിക്കുന്നത്. വോൾട്ട് ആണ്. അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ നമ്പർ അവിടെ വന്നത്. ഇല്ലെങ്കിൽ അവിടെ 03 എന്ന് പറയുന്ന ഇറർ നമ്പറാണ് വരിക. ഇനി ഞാൻ അടുത്ത പാത്രം വെച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ വെള്ളപ്പച്ചട്ടിയാണ്. ഇതിന്റെ അടി ഒന്നാമത് വളഞ്ഞിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ളതാണ്. അത് കൂടെ അതിന് സ്റ്റീലല്ല ആ തട്ടണ ഭാഗം. അതുകൊണ്ട് കണ്ടോ, അത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അത് 03 പറഞ്ഞിട്ടുള്ള ഇററാണ് കാണിക്കുന്നത്. ഇനി ഇത് നിങ്ങൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ വേറൊരു പാത്രം എൻ്റെ ഉണ്ടെന്ന്. അതാണ് ഇത്. ഇത് കണ്ടോ, സ്റ്റീലൊക്കെ ഉണ്ട്. കറക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് വിചാരിക്കും. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി നോക്കൂ, ആ സ്റ്റീൽ ഭാഗം ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിന്റെ പുറം വശം കണ്ടോ, ഇവിടെ മറ്റേ ഭാഗം ഒന്ന് പൊന്തിയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഇൻഡക്ഷനിൽ വെക്കണ ഭാഗം സ്റ്റീലല്ല അവിടെ തട്ടണത്. സ്റ്റീൽ തട്ടണന്നില്ല. അതിന്റെ തട്ടണ ഭാഗം മറ്റേ ആ നോൺ സ്റ്റിക്കിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് തട്ടണത്. അതുകൊണ്ട് നോക്കി നോക്കൂ, ഞാൻ ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. നോക്കി നോക്കൂ, 1000 കണ്ടെങ്കിലും പിന്നെ എററാണ് കാണിക്കുന്നത്, വർക്ക് ചെയ്യില്ല. ഈ നോൺ സ്റ്റിക് പാനും ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ദോശത്തവ നോക്കി നോക്കൂ, 1000 കാട്ടിച്ചാലും എറർ തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആ ദോശത്തവയുടെ അടിവശം എന്താണ്, സ്റ്റീലല്ല തട്ടണത്, അതിന്റെ തട്ടണത് വേറെ ഭാഗമാണ്. ഇനി ഈ രണ്ട് പാത്രം കൂടി നിങ്ങളൊന്ന് നോക്കൂ. കണ്ടോ, ആ പാത്രം സപ്പോർട്ട് ചെയ്യുന്ന പാത്രത്തിന്റെ സൈഡ് വശം പൊന്തി നിൽക്കുന്നില്ല. സ്റ്റീൽ ഭാഗമാണ് ഫുള്ള്. നമ്മുടെ ഇൻഡക്ഷനിൽ തട്ടണ ഭാഗം ഫുള്ള് സ്റ്റീലായ കാരണം കൊണ്ടും ഇതിന്റെ തട്ടണ ഭാഗത്തിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയറിന്റെ കുറച്ച് ഭാഗം അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, ഒന്ന് വളഞ്ഞ് പൊന്തി നിൽക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഇൻഡക്ഷൻ സ്റ്റൗവിന് തട്ടുക. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് നമ്മളുടെ ഇൻഡക്ഷൻ സപ്പോർട്ട് ചെയ്യാത്തത്.
ഗ്യാസിന്റെ അടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ചട്ടിയും കലവും എന്ത് വേണമെങ്കിൽ നമുക്ക് അതുമ്മ കൊണ്ടുവയ്ക്കാം. പക്ഷെ ഇൻഡക്ഷന്മേ വെക്കാൻ പറ്റില്ല. ഇൻഡക്ഷന് സ്റ്റീലിന്റെ പാത്രം തന്നെ വേണം. അത് ശ്രദ്ധിക്കണം. ഇൻഡക്ഷൻ വാങ്ങാൻ ഇനിയിപ്പോൾ ഞാൻ ഇൻഡക്ഷൻ വാങ്ങാം, ഗ്യാസ് ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് പോകുന്നവർ ഇതുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിലിണ്ടർ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇൻഡക്ഷൻ തന്നെയാണ്. എന്താ വെച്ചാൽ അടുപ്പ് പുകഞ്ഞ് കരി പിടിച്ച് ചെയ്യാൻ ആരും ശ്രമിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാട്ടിത്തന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ വല്ലതും തെറ്റായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണമെന്നുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.